ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ ഒരു നീതിന്യായ കോടതിയുടെ അല്ലെങ്കിൽ ഒരു നീതിന്യായ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുമ്പോൾ ഇത് ഏതാനും വർഷങ്ങൾക്കപ്പുറം ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ, പ്രത്യേകിച്ച് ജെഫ്രി എപ്സ്റ്റീൻ വാങ്ങി എപ്സ്റ്റീൻ ഐലൻഡ് എന്ന് പേരിട്ട് വിളിക്കപ്പെട്ട ഭൂമിയുടെ ഒരു പ്രദേശം, എല്ലാവിധ അന്ധകാരത്തിൻ്റെയും അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയുമായ ഒരു ഇടം, അവിടെ നടന്ന അറപ്പുളവാക്കുന്ന ഭീകരമായ ബീഭത്സമായ തിന്മയുടെ ഒരു ലോകത്തെ അനാവരണം ചെയ്യുന്നതാണ് എപ്സ്റ്റീൻ ഫയലിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ. അതിൻ്റെ ഏതാനും ചെറിയൊരു ഭാഗം മാത്രമാണ് 3 ലക്ഷത്തിലധികം വരുന്ന പേജുകളിലുള്ളത്. വളരെ ചുരുക്കം മാത്രം പുറത്തുവിട്ടപ്പോൾ തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഭീകര കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും വലിയൊരു നരകം എന്നാണ് അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീ പറഞ്ഞത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഈ തലമുറ, നാം ജീവിക്കുന്ന ഈ തലമുറ കർത്താവിൻ്റെ വരവിൻ്റെ നാളിൻ്റെ അവസാന നാളുകളാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് അതിവേഗത്തിൽ വരാനിരിക്കുന്നു എന്നുള്ളത് ഈ ദുഷ്ടതയും വഞ്ചനയും പെരുകുന്ന സമയത്ത് അതിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് വാനമേഘത്തിൽ പ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് ഇങ്ങനെ ചെറിയ വലിയ വലിയ പള്ളികളിലൊക്കെ 10,000-5000 മെമ്പേഴ്സുള്ള പള്ളികളിലൊക്കെ പോയിരുന്നവർ, സമൂഹത്തിൽ വലിയ പേരും പെരുമയുള്ള സമുദായത്തിൻ്റെ ഭാഗമായിരുന്നവർ, സമുദായ അംഗങ്ങളുടെ വിദ്യാഭ്യാസവും അവരുടെ സമൂഹത്തിലെ സ്വാധീനം അനുസരിച്ച് നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ട്, അവർ ഇന്നവരൊക്കെ സുഹൃത്തുക്കളെന്ന് പറയാമായിരുന്നു. നാം ഇന്ന് 4, 5, 6, 8, 10 പേരിലേക്ക് ചുരുങ്ങിയിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അനേകം ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ വലിയ വലിയ ആൾക്കൂട്ടങ്ങളിൽ ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. വലിയ ആൾക്കൂട്ടങ്ങളിലോ വലിയ ബഹളങ്ങളിലോ ഒന്നും ദൈവമില്ല. നമ്മൾ ഏലിയാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്, ഒരു കൊടുങ്കാറ്റ് ഊതി, ആ കൊടുങ്കാറ്റിൽ ആരുണ്ടായിരുന്നില്ല? യഹോവ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാറയെ പിളർക്കുന്ന ഒരു ശബ്ദമുണ്ടായിരുന്നു, അതിൽ യഹോവ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു മൃദുസ്വരം കേട്ടു, ഏലിയാവേ നിനക്കെന്ത് കാര്യം എവിടെ? പ്രൈസ് ദി ലോർഡ്. ദൈവം ഇത്തരം ആൾക്കൂട്ടങ്ങളിലും ഇത്തരം ബഹളങ്ങളിലും ഇത്തരം വലിയ വലിയ ജനസമൂഹങ്ങളുടെ ആരാധനകളിലും അല്ല ഉള്ളത്. ദൈവം, അവൻ്റെ വാഗ്ദത്തം ഇപ്രകാരമാണ്: 2 or 3 പേർ എൻ്റെ നാമത്തിൽ, അതായത് യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തിൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ നടുവിൽ കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ കർത്താവ് ഉണ്ടെങ്കിൽ നാം സേവിക്കുന്ന ആ കർത്താവ് നമ്മെ ചേർക്കാനായിട്ട് വരാൻ പോകുന്നു. ഈ ലോകത്തിൻ്റെ അരാജകത്വം, ഈ അശ്ലീലം, ഈ മ്ലേച്ഛത, ഈ അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ, 6 വയസ്സ് മുതൽ 12, 17 വയസ്സ്, 19 വയസ്സ് വരെയുള്ള കുട്ടികളെ മൃഗീയമായി ലൈംഗിക ആവാസ തരത്തിന് ഉപയോഗിക്കുന്ന രാഷ്ട്രത്തിൻ്റെ വലിയ വലിയ കിരീടങ്ങളും ചെങ്കോലും പോലീസും സേനയും അകമ്പടിയും ഉള്ളവർ ഇരുട്ടിൻ്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകൾ, മനുഷ്യനിൽ തിന്മ എത്രമാത്രം, അശുദ്ധി എത്രമാത്രം പെരുകിയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുമ്പോൾ നാം ആലോചിക്കണം, നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്കൊരടയാളമാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊരടയാളമായിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരാണെന്നും നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നും നമ്മുടെ ലക്ഷ്യം എന്താണെന്നും നാം കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കത് ക്രിസ്തീയ സമുദായം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ 10,000-കണക്കിന് ഡിനോമിനേഷനുകളിൽ വിഭാഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ വൻകിട ഡിനോമിനേഷനുകളൊക്കെ തന്നെ പൂർണ്ണമായും ദൈവവചനം തിരസ്കരിച്ച് കളഞ്ഞ് അതിൽ സമ്പ്രദായങ്ങളെ കൊത്തി നിറച്ചതാണെങ്കിൽ, ശേഷം വരുന്ന പ്രൊട്ടസ്റ്റൻ്റ് തുടങ്ങി പെന്തക്കോസ്ത് വരെ അല്ലെ ബ്രദറൻ വരെയുള്ള വിഭാഗങ്ങളിൽ അവരും ദൈവത്തെ ദൈവമായി, ദൈവം എങ്ങനെയായിരിക്കുന്നു അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്നവരല്ല. ഹല്ലേലൂയ. അവരും സത്യദൈവത്തിന് വിരോധമായിട്ട് ആരാധിക്കുകയും അവർ തങ്ങൾ തന്നെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന സത്യത്തിൽ ഒരു ഏക സത്യ ദൈവമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലായി. അവനത്രേ
കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാൻ വളരെ സുപരിചിതമായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്നൊരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, അല്ലേ? എല്ലാവർക്കും അറിയാം. അത്രമാത്രം പോപ്പുലറായ ഒരു വാക്യമാണ് 1:1. നമുക്കൊന്ന് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയാണ്, ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ആരംഭത്തിൽ, ആദി എന്ന് പറയുമ്പോൾ എന്താണ്? ആദി എന്ന് പറയുമ്പോൾ ആരംഭം. ആരംഭത്തിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. ആ വചനം ആരോട് കൂടെയായിരുന്നു? ദൈവത്തോടു കൂടെയായിരുന്നു വചനം. വചനം ആ ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ നമുക്ക് അവിടെ ആ 3 ഒറ്റ വാക്യത്തിലെ 3 ഫ്രേസുകളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് വാസ്, അല്ലേ? ഇൻ ദ ബിഗിനിങ്, അങ്ങനെയല്ലേ? ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് and the word was with God and the word was God. ദൈവത്തെ സംബന്ധിച്ച് വാസും ഇല്ല, വില്ലും ഇല്ല. ഉണ്ടോ? ദൈവത്തിന് പഴയ കാലത്തെ ദൈവമൊന്നും, വരാനിരിക്കുന്ന ദൈവമൊന്നും പറഞ്ഞ് ദൈവമില്ല. ദൈവത്തിന് ഇന്നലകളും ഇല്ല, നാളെകളും ഇല്ല. ദൈവത്തിന് എന്നും എന്തേ ഉള്ളൂ? പ്രസന്റ് ആണ് ദൈവം. ഓംനി പ്രസന്റ് എന്ന് ദൈവത്തെ കുറിച്ച് പറയാനുണ്ടാ. എപ്പോഴും പ്രസന്റ് ആയിരിക്കുന്ന ദൈവം. എപ്പോഴും പ്രസന്റ് ആയിരിക്കണമെങ്കിൽ ദൈവം ആരായിരിക്കണം? കാല അതീതൻ ആയിരിക്കണം. കാലമില്ലാത്ത ദൈവമാണെങ്കിൽ അവനെ എറ്റേണൽ ഗോഡ് എന്ന് വിളിക്കും, അല്ലേ? ആ എറ്റേണൽ ഗോഡിന് എന്തില്ല? വാസുമില്ല, വില്ലും ഇല്ല. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അപ്പൊ നമുക്ക് പറയാൻ കഴിയും എപ്പോഴാണ് ഇവിടെ ഈ സംഭവം ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒന്ന് ആരംഭിക്കുന്നിടത്ത് ഉള്ള പ്രസ്താവന അതല്ലേ? ഇപ്പൊ ഇവിടെ പറയാണ് ആരംഭത്തിങ്കൽ, ഉൽപ്പത്തി 1:1 പറയാണ് ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഇംഗ്ലീഷിൽ പറയുന്ന വചനം ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം ആരംഭത്തിൽ, അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങളുടെ തുടക്കം, സൃഷ്ടിയുടെ തുടക്കത്തെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൂതന്മാരോടുള്ള ബന്ധത്തിൽ സൃഷ്ടി നടത്തുന്ന സമയത്ത് അവിടെ മുതൽ സമയം ആരംഭിക്കുക. ഹല്ലേലൂയ. സമയങ്ങൾ പിന്നീട് അവസാനിക്കുന്നത് എവിടെയാണ്? മില്ലേനിയം, 1000 ആണ്ട് വാഴ്ചകൾക്ക് ശേഷം സമയം അവസാനിച്ച് പിന്നെ എവിടേക്ക് വരും? നിത്യതയിലേക്ക് സമയം ബ്ലെൻഡ് ആയിത്തീരും. ഹല്ലേലൂയ. അപ്പം അവിടെ പറയുന്നത്, ഇവിടെ ഈ ആരംഭത്തിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ, തുടക്കത്തിൽ ദൈവം വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു പറയുന്നത്. അപ്പം എന്താണ് വചനം? വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദമാണ്, അല്ലേ? നമ്മൾ മനുഷ്യനെ ആളുകൾ വിചാരിക്കാൻ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് എന്താണ്? മനുഷ്യന് ദൈവം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഓർമ്മയിലേക്ക് വരുന്നത് യേശു ക്രിസ്തുവിനെയാണ്, അല്ലേ? ഒരു ശരീരവരൂപം വരുന്ന നമ്മൾക്ക് എല്ലാവർക്കും, നമ്മൾ രൂപത്തിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തൂങ്ങപ്പെട്ട രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അറിയാം അവർ വിശ്വസിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള ഈ ലോകത്തിൽ പ്രത്യക്ഷനായ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണുകൊണ്ട്, ചിന്ത കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതാണ് യേശു ക്രിസ്തുവിന് അങ്ങനത്തെ ഒരു പിതാവ് ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്കുള്ളത്. ജഡത്തിലുള്ള യേശുവിന് അതേ സമാനമായ ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഈ പ്രശ്നമാണ് നമ്മളെ ഏറ്റവും വലിയ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ദൈവത്തിന് ശബ്ദിക്കാൻ ഒരു വായ് വേണോ? മേഘഗർജനങ്ങൾ, ഇടിവെട്ടലിന്റെ സൗണ്ട്, ഇതൊന്നും, ഈ ശബ്ദങ്ങളൊന്നും തന്നെ ഏതെങ്കിലും വായിൽ നിന്ന് പുറപ്പെടുന്നല്ല. ചുഴലിക്കാറ്റിന്റെ ഇരമ്പം, നമ്മൾ ആ ഒരു കാറ്റിനെ, ഒരു നിശ്ചിത ഫ്രീക്വൻസിയുള്ള കാറ്റിനെ ഒരു കാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന ഒരു സംഗീത ഉപകരണത്തിലേക്ക് വിട്ടു നോക്കി കാറ്റിനെ എന്ത് സംഭവിക്കും? സ്വരങ്ങളായിട്ട് മാറും, അല്ലേ? ഹാർമോണിയത്തിൽ കട്ടകളിലെ സ്വരങ്ങൾ വ്യത്യസ്തമല്ലേ? ആണോ? അപ്പൊ ആ കൈ പിടിച്ച ആ എയർ ഇങ്ങോട്ട് കയറ്റുമ്പോൾ ഒരു കട്ടയിലേക്ക് കൈ അമർത്തുമ്പോൾ സ രി ഗ മ എന്നുള്ള സൗണ്ടുകൾ അതിനകത്ത് വന്നില്ലേ? അപ്പോൾ ഒരു സ്വരം പുറപ്പെടുവിക്കാൻ എന്താവശ്യമില്ല? വായും ആളുമൊന്നും ആവശ്യമില്ല. അപ്പൊ
അപ്പം നമ്മൾ അറിയുന്ന ദൈവത്തെക്കുറിച്ച് ദൈവം ബൈബിൾ പറയുകയാണ്. യെരമ്യാ 23:24 പറയാണ്, ദൈവം പറയുകയാണ്, എന്താണ് ദൈവം പറയുന്നത്? ഞാൻ ആകാശങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമല്ലയോ. അപ്പോൾ ഒരാൾ രൂപത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരാൾ രൂപത്തിൽ ആകാശങ്ങളും ഭൂമിയും ദൈവത്തിന് നിറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ആ രൂപം എന്തായിരിക്കും? ആത്മാവായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിനെ നമ്മളൊന്ന് ഊഹിച്ചാൽ, നമ്മൾ പഠിക്കാൻ വേണ്ടി ഊഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായുവിനോട് ഊഹിച്ചെന്ന് വിചാരിച്ചു. വായുവിന് നിശ്ചിതമായ അതിർത്തിയോ അല്ലെങ്കിൽ ഷേപ്പോ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. എന്നാൽ ആ വായുവിനെ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ഇതിനകത്ത് വായു, ഒരു ബലൂണിനകത്തേക്ക് വായു നിറച്ചു കഴിഞ്ഞാൽ, ആ ബലൂണിനകത്ത് നമ്മൾ ഓക്സിജൻ നിറച്ചാലും ഹൈഡ്രജൻ നിറച്ചാലും ഏത് വാതകം നിറച്ചാലും അതിനകത്ത് നമുക്ക് പറയാം ഇതിനകത്ത് വാതകമുണ്ട് എന്ന് വെച്ചാൽ അതിന് പുറത്ത് എന്തുണ്ട്? വാതകമുണ്ട്. അതുപോലെയാണ് ആത്മാവിന് എന്തില്ല? ആത്മാവിന് പരിധിയില്ല. അപ്പോൾ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത സ്വർഗാദി സ്വർഗങ്ങളിലും പ്രപഞ്ചം മുഴുവനിലും എന്ന് നിറഞ്ഞിരിക്കുകയാണ്? ദൈവത്തിന്റെ ആത്മചൈതന്യം നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അതാണ് ദൈവം. ഈ ദൈവത്തെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആദിയിൽ, ഇൻ ദ ബിഗിനിങ് എന്താണ്? വാസ് ദ വേർഡ്. ആദിയിൽ ശബ്ദമുണ്ടായിരുന്നു. ആ ശബ്ദം ഈ ദൈവത്തോടു കൂടെയായിരുന്നു. ആ ശബ്ദം എന്തായിരുന്നു? ദൈവം ആയിരുന്നു. എന്ന് വെച്ചാൽ ദൈവവും ദൈവത്തിന്റെ ശബ്ദവും എന്തല്ല? രണ്ടല്ല. ദൈവത്തിന്റെ ശബ്ദവും ദൈവവും ഒന്നാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മുടെ ശബ്ദവും നമ്മളും ഒന്നാണ്. നമ്മൾ അസ്തമിക്കുമ്പോൾ നമ്മുടെ ശബ്ദം നമ്മുടെ കൂടെ എന്തായി തീരും? അസ്തമിച്ചു പോകും, അവസാനിക്കും അല്ലേ? എന്നാൽ ദൈവം അസ്തമിക്കാത്തവനായതുകൊണ്ട്, ആരംഭം അവസരം ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം ഇപ്പോഴും വചനം എന്നുള്ള നിലയിലും ശബ്ദമായും ദൈവത്തോടു കൂടെ തന്നെയുണ്ട്. അപ്പോൾ ആ ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം ബൈബിളിലുള്ള ദൈവം ഏകനായ ദൈവം. ഹല്ലേലൂയ. ബൈബിൾ ഒരിക്കലും ദൈവത്തിൽ ആളുകളുണ്ട്, ദൈവത്തിൽ വ്യക്തികളുണ്ട് എന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നു. ഏതാ? അദൃശ്യനും അരൂപിയായ ഈ ദൈവത്തെ, ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ദൈവം പിതാവായി എന്ന് ചോദിച്ചാൽ, ദൈവം ആദാമിനെ സൃഷ്ടിക്കുക വഴി, ദൈവത്തിന്റെ ചിന്തയിൽ ഉണ്ടായിരുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുക വഴി ദൈവം സൃഷ്ടിയുടെ ആരായി തീർന്നു? പിതാവായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം സൃഷ്ടികൾക്ക് പിതാവാണ്. അവൻ തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ ഛായ? ഇമേജ്, സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇമേജ് എന്താണ്? ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വരൂപം എന്താണ്? ദൈവം എടുക്കാനിരിക്കുന്ന ഒരു മനുഷ്യരൂപം ഉണ്ടായിരുന്നല്ലോ, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം എന്ന് പറയുന്നില്ലേ റോമാലേഖനത്തിൽ. അപ്പോൾ വരുവാനിരിക്കുന്നവന്റെ പ്രതിരൂപവും ആ വരുവാനുള്ളവനിൽ വ്യാപരിക്കുന്ന ആത്മാവും, സർവപ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവും ഒരുമിച്ച് അതിനെ ചേർത്തുകൊണ്ടുള്ള സൃഷ്ടിയാണ് നമ്മളുടെ രൂപം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് സാക്ഷാൽ ദൈവം ഒരു രൂപം എടുത്താണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് എലോഹിം എന്ന ഒരു രൂപത്തിൽ ദൈവം പ്രത്യക്ഷനായി നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സൃഷ്ടിക്കുന്നവൻ ആരാണ്? യേശു ക്രിസ്തുവാ അല്ലേ? അതുകൊണ്ടാണ് അവനിലൂടെയും അവനാലും അവന് വേണ്ടിയും സകലം സൃഷ്ടിക്കപ്പെട്ടു. ഇതിന്റെ മൂന്നാമത്തെ വാക്യം എന്ന് പറയുന്നത് മൂന്നാം വാക്യം, all things were made by him and without him was not anything made that was made. ഇവിടെ പറയാണ്, യോഹന്നാൻ ഇവിടെ പറയുന്നത് ഏത് കാര്യത്തെ കുറിച്ചാ? ആരംഭത്തിലെ കാര്യം അല്ലേ? ആരംഭത്തിൽ ഈ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പഠിപ്പിക്കപ്പെടുന്ന യേശു ക്രിസ്തു എന്ന ഒരു ജഡരൂപത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മസ്വരൂപമാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തു, അതിനെക്കുറിച്ചാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പ്രീ എമിനൻസ് എന്ന് പറയുന്നത്, മുന്നമേയുള്ള ദൈവരൂപം. അവിടെ എലോഹിം എന്ന ശരീരത്തിൽ നമ്മുടെ കർത്താവ് വെളിപ്പെട്ട് നിന്നു.
ആ എലോഹിമിൽ നിന്നുകൊണ്ട് സൃഷ്ടിച്ചവൻ തന്നെയാണ് നമ്മെ അലളിയ ആദാമിന്റെ സൃഷ്ടികർത്താവായി തീർന്നത്. ആമേൻ. അതുകൊണ്ടാണ് എലോഹിം യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ പിതാവ് എന്ന് നമ്മൾ പറയാനുള്ള കാര്യം. കാരണം എലോഹിം എന്ന സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരു രൂപത്തിൽ വെളിപ്പെട്ടു എലോഹിമായിട്ട്. ആ എലോഹിം എന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് വരുന്നതിനുമുള്ള പ്രീ എക്സിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ അതിനുള്ള മുന്നമേയുള്ള വെളിപ്പാടാണ്. ആ ശരീരത്തിൽ നിന്നുകൊണ്ട് സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ പറയുന്ന അവനിൽ എന്നാണ് പറയുന്നത്. 3-ാമത്തെ വാക്യം, ഓൾ തിങ്സ് വെയർ മെയ്ഡ് ബൈ ഹിം ആൻഡ് വിതൗട്ട് ഹിം വാസ് നോട്ട് എനിത്തിങ് മെയ്ഡ് ദാറ്റ് വാസ് മെയ്ഡ്. നിർമ്മിക്കപ്പെട്ടത്, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവനിലൂടെയാണ്. അവനെ കൂടാതെ ഒന്നും എന്ത് ചെയ്തില്ല, സൃഷ്ടിക്കപ്പെട്ടില്ല. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നവൻ ആരായിരുന്നു? സർവപ്രപഞ്ചവും സൃഷ്ടിച്ച് സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ തന്നെയാണ് മനുഷ്യനെ തൻ്റെ ശായല സ്വരൂപത്തിലും സൃഷ്ടിക്കേണ്ടതിന് ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം നിത്യനായ ദൈവം. ഇവിടെ നമ്മൾ പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഒക്കെ ആണ് ആരംഭത്തെ കുറിച്ച് പറയുന്നതെങ്കിൽ, ഈ ആരംഭത്തിന് മുമ്പൊരു ദൈവം ഉണ്ടല്ലോ. ഈ ദൈവം ഇവിടെ ആരംഭത്തെ കുറിച്ച് പ്രസ്താവിച്ച് നമ്മൾ വായിച്ചു കേട്ടാൽ, നമ്മൾ വായിച്ചു കേട്ട എങ്ങനെയാണ്? ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ദൈവം വചനം എന്തായിരുന്നു? ദൈവത്തോടു കൂടിയായിരുന്നു. ആ ദൈവത്തോടു കൂടി ഇരുന്ന വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമാണ് എന്നുള്ളതാണ് പ്രസ്താവന. അപ്പോൾ അതിനു മുമ്പ് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പ്രസ്താവിക്കുന്ന വചനമാണ് 90-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. സങ്കീർത്തനം 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ്, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് നീ ആരാണ്? ആദിയുടെ ഓപ്പോസിറ്റ് എന്താ? അനാദി. ഹല്ലേലൂയ. അപ്പോൾ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ആരായിരുന്നു? അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനാദിയായും ശാശ്വതമായും നിലനിൽക്കുന്ന ദൈവം, ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത ദൈവം, തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതിന് ഒരു രൂപത്തിൽ വെളിപ്പെട്ട് വന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസ് ആയിട്ട് ഏദൻ പറുദീസയിൽ. ഹല്ലേലൂയ. അങ്ങനെ ആ വന്ന ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, ആ ദൈവത്തിന് അറിയാമായിരുന്നു ദൈവത്തിന്റെ സൃഷ്ടി വീണു പോകും എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ വീണു പോകുന്ന ആ സൃഷ്ടിയെ, മകനെ വീണ്ടെടുക്കണമെങ്കിൽ തനിക്ക് തന്നെ വരണമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം കാലങ്ങൾ മുന്നോട്ട് പോയി, സൃഷ്ടി വീണ് പോയി. അതിനിടയിൽ പല ഡിസ്പെൻസേഷനിൽ വന്നു. ഒടുവിൽ ദൈവം ഒരു ജനതയെ, ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ജനത്തിൻ്റെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ ജനത്തിലൂടെ ഈ ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുവാൻ വേണ്ടി ന്യായപ്രമാണം കൊടുത്തു. ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുവാനുള്ള ന്യായപ്രമാണത്തെ കൊടുത്തു. അപ്പോൾ ആ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രക്തത്താലുള്ള വീണ്ടെടുപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് പാപത്തിന്റെ ശമ്പളം മരണമായതുകൊണ്ട് മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി രക്തം ചിന്തണം. അതിന് ഒരു മനുഷ്യന് പകരം ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ള പ്രമാണം ദൈവത്തിന്റെ പ്രമാണമല്ല. അത് ജാതികളാണ് വിഗ്രഹങ്ങൾക്ക് മനുഷ്യനെ ബലിയർപ്പിക്കുന്നത്. എന്നാൽ ദൈവം മറുവിലയായി കൊടുക്കാൻ അവർക്ക് പ്രമാണപ്രകാരം കൊടുക്കപ്പെട്ട ബലികൾ എല്ലാം മൃഗബലിയാണ്. ഹല്ലേലൂയ. കാരണം മൃഗങ്ങൾ പാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനൊഴികെ ഒരു സൃഷ്ടികളും എന്ത് ചെയ്തിട്ടില്ല? പാപം ചെയ്തിട്ടില്ല. അവയ്ക്കെല്ലാം ഉണ്ടായ വീഴ്ചയ്ക്ക് കാരണം മനുഷ്യന്റെ പാപമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാപമില്ലാത്ത ഒരു രക്തം ചിന്തണം. ആ രക്തം ചിന്തുമ്പോഴൊക്കെ ദൈവത്തിന്റെ ചിന്തയിൽ ഉള്ള ഒരു കാര്യമാണ്, ഇതെല്ലാം നിഴൽ ബലികളാണ്.
ഒരു നാളിൽ ദൈവം ഈ നിഴലിനെ അപ്രസക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിഴലിനെ എന്ത് ചെയ്തു, രണ്ടാം സ്ഥാനത്തേക്ക് നീക്കിയിട്ട് ഒന്നാമത്തേത് അർപ്പിക്കാനായി താൻ വരുന്നു എന്നുള്ളൊരു കൽപ്പന, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു പ്രമാണത്തെ സംബന്ധിച്ചുള്ള ഒരു വെളിപ്പാടാണ് കൊടുത്തത്. ദൈവത്തിൻ്റെ ചിന്തയിൽ ഈ ബലിയെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നത് ഒരു പരിപൂർണ യാഗം വരുന്നുണ്ടെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചന പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. ഇവിടെ 12:2 ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്, Behold, God is my salvation. I will trust and not be afraid, for the Lord Jehovah is my strength and my song. He is also become my salvation. അപ്പൊ ആരാണ് നമ്മുടെ രക്ഷകനായി വെളിപ്പെട്ടത്? യഹോവ തന്നെയാണ് രക്ഷകനായി തീർന്നത്. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിലെ യഹോവയാണ് ആരായി മാറിയത്? ഇംഗ്ലീഷിൽ, ഇവിടെ ഹീബ്രു ബൈബിളിൽ ഇംഗ്ലീഷിൽ പറയുന്നത് യാഹ് ബിക്കം യശുവ എന്നാ പറയുന്നത്. യഹോവ യശുവയായി തീർന്നു. യാശുവ അല്ലെങ്കിൽ യേശു എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷകനായി വെളിപ്പെട്ടു. യഹോവ രക്ഷകനായി വെളിപ്പെടുമ്പോൾ അത് രണ്ടാമത്തെ ദൈവമാകുന്നുണ്ടോ? ഇല്ല. യഹോവ തന്നെയാണ് രക്ഷകനായി വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ചിന്തയിൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉള്ള ചിന്തയിൽ ദൈവത്തിന് അറിയാം ഒരു നാളിൽ ദൈവം രക്ഷിതാവായി വെളിപ്പെടും. അതിനെ കുറിച്ച് ദൈവം ഏദൻ തോട്ടത്തിൽ തന്നെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പോൾ സ്ത്രീയിൽ നിന്നും ഉണ്ടാക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനും അവന്റെ ഭാര്യയിൽ നിന്നും ഉണ്ടായ മനുഷ്യരെ വീണ്ടെടുക്കേണ്ടതിന് ഒരു നാളിൽ ദൈവം സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെട്ട് വരാൻ പോകുന്നു, അല്ലെങ്കിൽ രക്ഷകനായി വെളിപ്പെട്ട് വരാൻ പോകുന്നു എന്നുള്ള പ്രമാണം അവിടെ കൊടുത്തു. ഇതിൻ്റെ ഒരു ആവർത്തനം വായിക്കാനായിട്ട് ഒന്നുകൂടി അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി എക്സോഡസ് 15:2 വായിക്കുന്നു. എക്സോഡസ് പുറപ്പാട് 15:2. എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. മോശ ഒരു പാട്ട് പാടുകയാണ്. ഇവിടെ എഴുതിയ, Then sang Moses and the children of Israel this song unto the Lord, and spake, saying, I will sing unto the Lord, for he hath triumphed gloriously. The horse and his rider hath he thrown into the sea. The Lord is my strength and song, and he is become my salvation. He is my God, and I will prepare him in habitation, my father's God, and I will exalt him. ഇവിടെ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അപ്പുറം കടന്നപ്പോൾ ആ അടിമ വീട്ടിൽ നിന്നും അടിമത്തത്തിന് നിന്നും പിന്നാലെ അനുഗമിക്കുന്ന ശത്രു സൈന്യങ്ങളുടെ കയ്യിൽ നിന്നും താൻ വിടുവിക്കപ്പെട്ടപ്പോൾ ലിറ്ററലായിട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് നേരിട്ട് അനുഭവിച്ച ഒരു വിടുതൽ കണ്ടിട്ട് അവിടെ മോശ പാടുന്ന പാട്ടാണ്, യഹോവ എൻ്റെ രക്ഷയായി തീർന്നത് കൊണ്ട് ഞാൻ അവന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കറിയാം ഈ പ്രോഫസികൾക്കെല്ലാം, ഈ പ്രവചനങ്ങൾക്കുമെല്ലാം പല സ്റ്റേജിൽ മൾട്ടിപ്ലിക്കേഷൻ, നമുക്ക് മൾട്ടിപ്പിൾ ഫുൾഫിൽമെന്റ് കാണാൻ സാധിക്കും. പലപ്പോഴായിട്ട് ഇത് നിറവേറ്റപ്പെടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം വിളിച്ചു പറയുന്നത് കേവലം ദൈവം നമ്മുടെ ഭൗതികമായ വിടുതലല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മളുടെ ആത്മാക്കളുടെ വിടുതലാണ്. ഹല്ലേലൂയ, ആമേൻ. കാരണം ദൈവം നമ്മളെ രക്ഷിക്കുന്നത് ഈ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി അല്ല. ദൈവം ലോകത്തിലോട്ട് വന്നാണോ? അല്ല. ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ഭാഗമുണ്ട്, ആത്മാവ്. ഹല്ലേലൂയ.
ആ ദൈവം നമുക്ക് നൽകിയ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലോട്ട് വന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ആത്യന്തികമായി നമ്മളെല്ലാം ഓരോരുത്തരെ അറിയുന്നത്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സ്കൂളിലിട്ടതോ പള്ളിയിലിട്ടതോ കൂടുതലായിട്ട് പോപ്പുലറായിട്ടുള്ള പേര് ഏതാണോ ആ പേരിലാണ് നമ്മൾ ലോകത്ത് അറിയപ്പെടുന്നത്. എന്നാൽ നമ്മൾ ആക്ച്വലി ലിറ്ററലി അറിയപ്പെടുന്നത് നമ്മൾ ഈ ശരീരത്തിൻ്റെ പേരാണോ അറിയപ്പെടുന്നത്? നമ്മുടെ പേര് അറിയപ്പെടാൻ പോകുന്ന പേരേതാണ്? നമ്മുടെ ആത്മാവിൻ്റെ പേര് തന്നെയാണ്. നമുക്കൊരു ആത്മാവുണ്ട്, ആ ആത്മാവ് വസിക്കുന്ന ഒരു ജീവനുണ്ട്, ആ ജീവൻ വസിക്കുന്ന ഒരു മന്ദിരമായി ശരീരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്യന്തികമായി നമ്മൾ ഈ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ്, അത് ദൈവത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. അത് നഷ്ടപ്പെടുത്തി കളയാതെ ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുചെല്ലാൻ വേണ്ടിയുള്ള ഒരു സമയം മാത്രമാണ് ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം. തിന്നാനും കുടിക്കാനും തലമുറകളെ ഉണ്ടാക്കാനും സമ്പത്ത് ശേഖരിക്കാനും അല്ല ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന അവകാശം അല്ലെങ്കിൽ അവസരം. അപ്പോൾ ഈ അവസരം, ഈ സമയം, നാം ആരാണ്, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടേക്ക് പോകുന്നു, നമ്മുടെ ജീവൻ്റെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് അറിയുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് തികച്ചും യാദൃച്ഛികമായിട്ട് അല്ലേ? അല്ലേ? ആണോ? അല്ലേ? നിങ്ങൾക്കറിയാമോ, ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിൽ ഒരു പ്രാവശ്യം വിസർജിക്കപ്പെടുന്ന സെമിനിൽ അല്ലെങ്കിൽ ബീജത്തിൽ, ശുക്ലത്തിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ബീജങ്ങളുണ്ട്. എന്നാൽ ആ പ്രോസസ്സിൽ മറുഭാഗത്ത് സ്ത്രീയുടെ അണ്ഡാശയത്തിൽ നിന്നും ഒരണ്ടം ഒരു ജീവനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി വരും. ഇവയെല്ലാം കയറിപ്പോകും, അതിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം പുറത്തു പോകും, നശിച്ചു പോകും. ഞാൻ പറയുന്നത് സയൻസാണ്. അപ്പോൾ ഇങ്ങനെ ലക്ഷക്കണക്കിനായ ജീവനുകൾ ഉണ്ടാകാൻ കഴിയുന്ന സാഹചര്യമുള്ളിടത്ത് തന്നെ ഒന്നു മാത്രം ജീവിച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് വന്നത്, ഇന്ന് ഈ ശരീരം ധരിച്ച് ഇവിടെ നിന്ന് ദഹിക്കുന്നത്. അപ്പൊ ദൈവം തന്നെ നമ്മെ ഈ ലോകത്തിലേക്ക് ഒരു ജഡമെടുത്ത് ലോകത്തിലേക്ക് വരാൻ അനുവദിച്ചപ്പോൾ തന്നെ ജീവിക്കാൻ കഴിയുമായിരുന്ന ലക്ഷക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഓരോ മനുഷ്യനും ജയിച്ചാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്, അല്ലേ? വലിയൊരു ജയം കഴിഞ്ഞാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്. പിന്നാലെ വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആളുകളെ തിരസ്കരിക്കപ്പെട്ടു പോയപ്പോൾ അല്ലെങ്കിൽ നിർജീവമാക്കപ്പെട്ടു പോയപ്പോൾ നാം ജയം എടുത്താണ് നമ്മുടെ ഉദരത്തിലേക്ക് വന്നത്. അവിടെ നമ്മൾ ജീവിച്ച് അവിടെ വളർന്ന് പിന്നെ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ ലോകത്തിലെ പ്രഷറും താങ്ങാതെ വന്നിട്ട് നമ്മൾ ഈ പ്രാണനെ കളയാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ശരീരം ധരിച്ചു വന്നത്. എന്നാൽ മനുഷ്യൻ എന്താ വിചാരിക്കുന്നത്, ഞാൻ ആരാണെന്നറിയാമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സ്വയം മേനി നടിക്കുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഈ ലോകത്തിലെ ജീവൻ അവസാനിപ്പിച്ച് എവിടെയോ പോകുന്നു. ദൈവം തന്ന ആ ജീവനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് കാളുകളുടെ യാഗങ്ങളും ആട്ടുകൊറ്റന്മാരുടെ യാഗം കൊടുത്ത ദൈവം ആ ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തത് സ്ഥാപിച്ചുകൊണ്ട് കാൽവരിയിൽ ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കണ്ടു, യഹോവയായ യാഹ് എൻ്റെ രക്ഷയായി തീർന്നു. അപ്പോൾ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് മാത്രമേ പിശാചിന് പ്രശ്നമുള്ളൂ. നാം ആരെ അറിയരുത്, നമ്മൾ സേവിക്കുന്ന ദൈവം ഏകനാണെന്ന് അറിയരുത്. അപ്പോൾ തന്നെ പിശാചിനറിയാം ദൈവം ഏകനാണെന്നറിയാം. അവൻ ആകപ്പാടെ പേടിക്കുന്നതും വിറയ്ക്കുന്നതും ദൈവം ഏകനാണ് എന്നുള്ള കാര്യത്തിന് മുമ്പിലാണ്, അല്ലേ? അപ്പോൾ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾക്ക് അവർ സേവിക്കുന്ന, അവർ ആരാധിക്കുന്ന ദൈവം ത്രിയേകനാണ് എന്ന് പിശാച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു പ്രശ്നമില്ല കേട്ടോ. അവനൊരു പേടിയില്ല, അവരെ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ പിശാചിനെ പേടിക്കേണ്ട ഒരു വർഗമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരിയായ ശരീരത്തെ മാത്രം പേടിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കറിയാം, അതുകൊണ്ട് കർത്താവ് പഴയ നിയമത്തിലെ ഓരോ പ്രവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നിത്യരായ ഒരു ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിലുടനീളം കാണാം.
ഹല്ലേലൂയ. യെശയ്യാ 43:10 പറയാണ്, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാകുകയുമില്ല. ഞാൻ മാത്രം യഹോവ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ 9:6 നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെ പ്രവാചകൻ കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അല്ലേ? കുറെ കാര്യങ്ങൾ പറയുന്നതിൽ ചില കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ സംഭവിച്ചതും ചില കാര്യങ്ങൾ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നതായിട്ട് കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? പേർ വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിളിച്ചു എന്നാണോ? അല്ല. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ എന്തുണ്ട്? ഫ്യൂച്ചർ ടെൻസിലാണ്, അതായത് വരുവാനുള്ള സംഭവമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ 9:6 നമ്മളിങ്ങനെ വായിക്കുന്നത് എന്താണ്? വായിക്കുന്നത് ഇങ്ങനെ, ഫോർ അൺടു അസ് എ ചൈൽഡ് ഈസ് ബോൺ. നമുക്കൊരു ശിശു എന്ത് ചെയ്തിരിക്കുന്നു? ജനിച്ചിരിക്കുന്നു. പക്ഷേ പ്രവാചകൻ ഈ കാര്യം പറയുമ്പോൾ ശിശു ജനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെയും 700 ചില്ലുവാനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ഈ ശിശു ജനിച്ചത്. പിന്നെ അൺടു അസ് എ സൺ ഈസ് ഗിവൺ. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതായത് നമുക്ക് പകരമായിട്ട് ദൈവം ഒരു മകനെ നൽകിയിരിക്കുന്നു. എപ്പോഴാണ് നൽകിയത്? കാൽവരിയിൽ. പിന്നെയും ഒരു 33 വർഷങ്ങൾക്ക് ശേഷം കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരു മകനെ ദൈവം യെശയ്യാ 56 പറയുന്നത് പോലെ കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി നൽകി. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, ആൻഡ് ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഇനി ഈ മകന്റെ ഈ ചുമലിലാണ് എന്തിരിക്കാൻ പോണത്? ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഭരണം ആർക്കുള്ളതാണ്? ഈ ശിശുവിനെ കുറിച്ചാണ്. ഇപ്പൊ ഇത് ഏഷ്യാവ് ഇതെല്ലാം ചേർത്ത് ഒരു ഒറ്റ പ്രവചനമായിട്ട് പ്രവചിക്കുന്ന നാളിൽ സുബോധമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരിക്കലും പറയാൻ കഴിയില്ലാത്ത കുറെ കാര്യങ്ങളാണ് പ്രവാചകന്മാർ സംസാരിച്ചിട്ടുള്ളത്. ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ കഴിയുമോ? കന്യ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവ് അത്യാവശ്യം ഈ പിതാക്കന്മാരും കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. പിതാക്കൾക്ക് അറിയാം എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുന്നതെന്നും ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ആ ഒരു സ്ത്രീ ഒരു കന്യയ്ക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്നും ഒക്കെ യെശയ്യാവിന് അറിയാം. പക്ഷേ നമ്മൾ പറയണ അങ്ങനെ ഒരു കന്യകയായ സ്ത്രീ പ്രസവിച്ചൊരു കുഞ്ഞിനെ ജനിപ്പിക്കുമെന്ന് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇടപെട്ട അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയും അല്ലേ? അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് പ്രവാചകന്മാരുടെ അധരങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഈ ശിശു ജനിച്ചിരിക്കുന്ന നൽകപ്പെട്ടിരിക്കുന്ന ശിശുവിൻ്റെ മേലിൽ ചുമലിലായിരിക്കും എന്തിരിക്കുന്നത്? ആധിപത്യം. അവനാണ് ഈ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിക്കാൻ പോകുന്ന രാജാവ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, അവനാരാണ്? അവൻ അത്ഭുത മന്ത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. വീരനായ ദൈവമാണ്, നിത്യപിതാവ്. അപ്പൊ വീരന്മാരായ ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, പിന്നെയോ വീരനായ ഒരു ദൈവമാണെങ്കിൽ അവനാരാണ്? യേശുക്രിസ്തുവാണ്. ഇത് പ്രവചിക്കുമ്പോൾ സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആത്മാവായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവം. ആത്മാവായി നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാണ് യേശുക്രിസ്തു. ആ ജഡപ്രത്യക്ഷതയിൽ ഇരുന്ന് ആ ജഡത്തെ മനുഷ്യഭാവ പരിഹാരത്തിനായി നൽകിയ അവൻ അതിന് തേജസ്കരിക്കപ്പെട്ട എടുത്തുകൊള്ളപ്പെട്ട ആ ശരീരത്തോടുകൂടി തേജസ്കരിക്കപ്പെട്ട ദൈവമായി വീണ്ടും ഈ ഭൂമിയിൽ വന്ന് ദാവീദിന്റെ സിംഹാസനത്തിൽ തേജസ്കരണക്കരിക്കപ്പെട്ടിരിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട മണവാട്ടിയോടുകൂടി അവൻ ഈ ലോകത്തെ ഭരിക്കുന്ന പ്രവചനമാണ് ഈ പ്രവചനം. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത വാക്യം, ആമേൻ. അവനാണ് സമാധാനത്തിന്റെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹി വിൽ ബി കോൾഡ് എന്താണ്? ഹിസ് നെയിം ഷാൽ ബി കോൾഡ് വണ്ടർഫുൾ കൗൺസിലർ, ദ മൈറ്റി ഗോഡ്, ദ എവർലാസ്റ്റിംഗ് ഫാദർ, ദ പ്രിൻസ് ഓഫ് പീസ്. അവനാരാണ്? നിത്യനായ പിതാവാണ്. ബൈബിളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് യേശുക്രിസ്തു നിത്യനായ പിതാവാണ് അല്ലേ? അപ്പൊ ഒരു പിതാവേ ഉള്ളൂ, നമുക്കല്ല. മലാക്കി 2:10 പറയാണ് നമുക്കെല്ലാവർക്കും ഒരു പിതാവ് അത്രേ ഉള്ളത്,
ഒരു ദൈവം തന്നെ എത്ര നമ്മെ സൃഷ്ടിച്ചത്. യോഹന്നാൻ 1:3 പറയുകയാണ്, അവനിലൂടെ അവന് ഉണ്ടാക്കപ്പെട്ടതെല്ലാം അവനിലൂടെയാണ്, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് പറയുന്നു. പൗലോസ് പിന്നീട് ഈ മാർഗത്തെ നിഷേധിച്ച പൗലോസ് പറയുകയാണ്, അവനിലൂടെയും അവനാലും അവന് വേണ്ടി സകലം സൃഷ്ടിച്ചെന്ന് പറയുക. എബ്രായ ലേഖനക്കാരനിലേക്ക് വരുമ്പോഴും എബ്രായ ലേഖനം 1:3 ഇത് തന്നെ പറയുകയാണ്, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം കർത്താവും യേശുക്രിസ്തു മുഖാന്തരം. ആ യേശുക്രിസ്തു തന്നെയാണ് നിത്യപിതാവ് എന്നും ബൈബിൾ പറയുന്നു. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്, അവൻ നിത്യപിതാവാണ്. പിന്നെ ഇങ്ങനെയെല്ലാം അവൻ്റെ പേരെന്ത് ചെയ്യും? വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹിസ് നെയിം ഷാൽ ബി കോൾഡ് വണ്ടർഫുൾ കൗൺസിലർ, പ്രിൻസ് ഓഫ് പീസ്, എവർലാസ്റ്റിംഗ് ഫാദർ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാണ് നിത്യപിതാവെങ്കിൽ വേറെ നിത്യപിതാവില്ല. ആമേൻ. മറ്റൊരു ദൈവമില്ല. അതുകൊണ്ടാണ്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് അറിയുന്നില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇന്ന് ഈ സഭകൾക്കെല്ലാം പറ്റിയിരിക്കുന്ന കാര്യം എന്തറിയോ? ബുദ്ധി ഉപയോഗിച്ച് കാണുമ്പോൾ ഇവർക്കെല്ലാം ഇത് ചോദിക്കുമ്പം ഇതാരാന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു എല്ലാം നിഷേധിക്കാൻ തൃത്തക്കാർക്ക് പറ്റുമോ? ഈ നമ്മൾ വായിച്ച ഏശയ്യ 9:6 പ്രവചനം യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല എന്ന് അവർ നിഷേധിക്കുമോ? ഇല്ല, അവർക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിലൊരു നിത്യപിതാവ് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബൈബിൾ പറയുന്ന ഒരേ ഒരു പിതാവേ നമുക്കുള്ളൂ എന്നും അത് യഹോവ എന്നും ബൈബിൾ പറയുന്നു. ഇവിടെ യേശു ക്രിസ്തുവും പിതാവ് എന്ന് പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അവർ അതിനകത്ത് ഈ 2 ദൈവത്തെ സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ നാം അറിയണമെങ്കിൽ ഒരിക്കലും ദൈവത്തെ അറിയാൻ നമ്മുടെ പ്രമാണം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ബൈബിൾ കോളേജിൻ്റെ തിയോളജി കൊണ്ടോ ദൈവത്തെ നമുക്കറിയാൻ കഴിയില്ല. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മത്തായിയുടെ 16 ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നത് ചോദിച്ചു, അല്ലേ? അപ്പം അവർ കേട്ടുകേഴ്വി പറഞ്ഞു. ജനങ്ങള് പലരും, ചിലരൊക്കെ നീ പ്രവാചകൻ, പിന്നെ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലര് നീ യെരമ്യാവാണെന്ന് പറയുന്നു, പിന്നെ ചിലർ നീ പ്രവാചകന്മാരിൽ ഏതോ ഒരുത്തനാണ് എന്ന് പറയുന്നു. ശരി, ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്തറിയാം, ഞാൻ ആരാണെന്ന് പറയുന്നത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എത്രേ. പത്രോസ് ഒരുപാട് കാര്യമൊന്നും അറിയാൻ വെളിപ്പാടൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പത്രോസിന് മനസ്സിലായി, യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമാണ് നിനക്ക്, നീ വെളിപ്പെട്ടതാണ് നീ എന്ന് പറഞ്ഞു, നീ ആ പുത്രനെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയാണ്, ബാറിയോനെ സിമയോനെ നീ ഭാഗ്യവാൻ, ജഡവും രക്തവുമല്ല. എന്താണ് ജഡവും രക്തം എന്ന് പറയുന്നത്? ഹ്യൂമൻ ഇന്റലിജൻസ് ആണ്. മനുഷ്യന്റെ ബുദ്ധിയും പ്രമാണത്തെയാണ് ജഡരക്തം എന്ന് ബൈബിൾ പറയുന്നത്. നമ്മുടെ ബുദ്ധിയും പ്രമാണവും നമ്മുടെ പഠനവും നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും പഠിച്ചതുമായ കാര്യങ്ങളാണ് എല്ലാം ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് റിവീൽഡ് ബൈ ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് ബൈ മൈ ഹെവൻലി ഫാദർ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഏത് വെളിപ്പെടുത്തി തന്നത്? യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്നുള്ള സത്യം വെളിപ്പെടുത്തി തന്ന ആരാണ്? മാംസവും രക്തമല്ല. നീ ഉൾപ്പെട്ടിരുന്ന യഹൂദ സമുദായത്തിലെ റബ്ബിമാർ നിന്നെ പഠിപ്പിച്ചതല്ല, നിന്റെ കേട്ടറിവല്ല. എന്നാൽ ഈ കാര്യം, നീ സംസാരിച്ച കാര്യം, ഈ റെവലേഷൻ, ഈ വെളിപ്പാട് നിനക്ക് തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവം ആണ് നിനക്കത് വെളിപ്പെടുത്തി തന്നു എന്ന് പ്രസ്താവിച്ചതിന് ശേഷം കർത്താവ് പറയാണ്, നീ ഭാഗ്യവാൻ, കാരണം എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും, അല്ലേ? ഇന്ന് ഈ വെളിപ്പെടുത്തുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എത്രേ, ഈ പാറമേൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സഭയെ പണി. പ്രൈസ് ദി ലോർഡ്. ഏത് പാറമേൽ? പത്രോസിന്റെ മേലാണോ? കത്തോലിക്ക സഭ പറയും പത്രോസിന്റെ മേലാണ് പള്ളി പണിത്, അല്ലേ? പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കഴിഞ്ഞ മുമ്പത്തെ ക്രിസ്മസിൽ ഞങ്ങളുടെ മകളുടെ വീട്ടിൽ ചെന്നപ്പം അവരുടെ പുള്ളിയുടെ അപ്പനാണ്, അനിയനാണ്, അപ്പൻ്റെ അനിയൻ. അപ്പോൾ അവിടെയുള്ള ജോയി എന്ന് പറയുന്ന, അത് എൻ്റെ മകളുടെ അമ്മായിപ്പൻ, ഫാദറിലൂടെ അപ്പൻ്റെ അനിയൻ ഒരു അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ദിവസമായിരുന്നു, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു,
പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബൈബിൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിക്കുകയാണ് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. ഇപ്പോൾ അവർക്കറിയാമല്ലോ, അവർക്ക് ഈ പുസ്തകം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അതങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല, പത്രോസ് നീ പത്രോസ് ആകുന്നെന്ന് എഴുതി വെച്ചേക്കുന്നത് അല്ലേ? ആ, പത്രോസിനോട് പറയണം പത്രോസ് നീ പത്രോസ് ആകുന്നു. പെട്രോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം പാറ കഷ്ണമെന്ന്. അപ്പം നീ ഒരു പാറ കഷ്ണമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണി. ഏത് പാറമേലാണ് പണിയുന്നേ? യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാടുണ്ടല്ലോ, റെവലേഷൻ. ഈ വെളിപ്പാടിൻ്റെ പുറത്താണ് സഭ പണിയുന്നേ, അല്ല തെറ്റിപ്പോവും. ഈ വെളിപ്പാട് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, അല്ല ജീവനുള്ള ദൈവത്തിന്റെ വെളിപ്പാടാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ റെവലേഷൻ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം തലക്കിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് എന്താണ്? ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന്, അല്ലെ? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന്. അപ്പം യേശു ക്രിസ്തു ആരെന്നുള്ള വെളിപ്പാടാണ് സഭയുടെ അടിസ്ഥാനം. യേശു ക്രിസ്തു ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാണ്. അതുകൊണ്ടാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുത്തുകൊള്ളപ്പെട്ടു, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം ഗ്രേറ്റ് ഈസ് എ മിസ്റ്ററി ഓഫ് ദ ഗോഡ് ഹെഡ്. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വെളിപ്പാടാണ് ഏത് സഭയ്ക്കുള്ളത്? ദൈവത്തിന്റെ സഭയ്ക്കുള്ളത്. ദൈവത്തിന്റെ സഭയ്ക്ക് ഏകനായ ദൈവം മകനെ വീണ്ടെടുക്കുവാൻ മക്കൾ ജഡത്തിലും രക്തത്തിലും വന്നപ്പോൾ അവർ മരണത്തിന്റെ അധികാരിയായ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് മരണവഴിയിലൂടെ നരകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ അവർക്ക് വേണ്ടി രക്തം ചീന്താതെ മാർഗമില്ലെന്ന് അരുളി ചെയ്തവൻ രക്തവും മാംസവും ധരിച്ച് ലോകത്തിലേക്ക് വന്ന് അവരെ വീണ്ടെടുക്കുവാൻ വന്നിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് പ്രാപിച്ച സഭയാണ് ഈ ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നിങ്ങളും ജീവനുള്ള കല്ലുകളായി അവൻ്റെ അടുക്കൽ വന്നിട്ട്, ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്ന് നാമും ജീവനുള്ള കല്ലുകളായി വന്ന് അവൻ്റെ മേൽ ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭ എന്ന പേര് പോലും പറയാൻ ആർക്കവകാശമില്ല. ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഇല്ല. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ ഒറിജിനലുകൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നല്ല നല്ല സാധനങ്ങൾ ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ചൊരു പേരെടുക്കുന്ന ഒരു സാധനം ഉൽപ്പാദിപ്പിച്ചാൽ ആ ബ്രാൻഡ് പോപ്പുലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കും, അല്ലേ? അവൻ്റെ സാധനം ഇറക്കാൻ വിൽക്കുന്നതിനേക്കാൾ എളുപ്പം ഉണ്ടായിരിക്കും എന്ത്? ഈ സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കാം, അല്ലേ? കാരണം മാർക്കറ്റ് അതിനാണ്. ഇപ്പോൾ ഒരു നല്ല സോപ്പ് ഉൽപ്പാദിപ്പിച്ചു, ആ സോപ്പിന് ഭയങ്കര പേരാകും. ഒരു മാർക്കറ്റിൽ ചെന്നാൽ കിട്ടാനില്ല, ആള് കാത്തു നിൽക്കുക, വന്ന ഉടനെ മേടിച്ച് തീർന്നു പോകുമെങ്കിൽ ഞാൻ എൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് അവൻ്റെ കടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ സോപ്പ് ചേട്ടാ ഇതുകൊണ്ട് നല്ലതെന്ന് പറയുമ്പോൾ അത് വേണ്ട, എനിക്ക് അത് വരുമ്പോൾ തന്നാമെന്ന് പറയും. അപ്പം വിചാരിക്കും അങ്ങനെയാണ്ട് കഴിഞ്ഞത്, ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊക്കോളൂല്ലോ, അല്ലേ? കാരണം ചോദിച്ചു വരുമ്പോൾ കൊടുക്കാം. അപ്പം എല്ലാ നന്മയ്ക്കുള്ളതിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അപ്പം യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തിൻ്റെ സത്യസഭ ഇവിടെ ഉള്ളതുകൊണ്ട് കോടിക്കണക്കിന് ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. ഹല്ലേലൂയ. എല്ലായിടത്തും പലവിധമായ പരിപാടി, ബെൽറ്റ് ഇട്ട് പിടിച്ചിട്ട് ശുശ്രൂഷ കണ്ടായിരുന്നു? കണ്ടില്ലല്ലേ? എല്ലാ പരിപാടിയും നടക്കും. എന്തുകൊണ്ടാണ് നടക്കുന്നത്? വെളിപ്പാടില്ല. നമ്മുടെ അടുത്ത് ഈ തരികിടം കൊണ്ടുപോയി നടക്കുമോ? നമുക്കെല്ലാ തരികിടയും തിരിച്ചറിയാം. കാരണം എന്താ? ജീവനുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്കുണ്ട്. നമുക്കറിയാം നമ്മളെ ജീവനുള്ള കല്ലുകളായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന വിശുദ്ധ സഭയിൽ ദൈവം പണിതു വെച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവസാനത്തെ കല്ലും വെച്ച് കഴിഞ്ഞാൽ തലക്കല്ലായ ക്രിസ്തു വെളിപ്പെടും. ഈ ശരീരം പൂർണ്ണമാകുമ്പോൾ തലയായ ക്രിസ്തു വെളിപ്പെടും. തലയായ ക്രിസ്തു വെളിപ്പെടുമ്പം ഈ ഒരു പണി കർത്താവ് ഇപ്പം ഈ ശരീരം പണിയുന്നുണ്ട്. നിശബ്ദതയിലാണ് പണിയുന്നത്. വലിയ കൊട്ടും പരിപാടിയും വലിയ 1,00,000 വാട്ടിൻ്റെ സ്പീക്കർ സെറ്റ്, ഓഡിയോ സിസ്റ്റവും ലൈറ്റും സൗണ്ടും ഒക്കെ വെച്ച് പ്രസംഗിക്കാൻ ആളുകൾ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര ആരവവും ഒക്കെ ഇട്ട് ജനങ്ങളെ ഇളക്കുന്ന പരിപാടിയൊന്നും വേണ്ട. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും. മറുഭാഗത്ത് നമ്മളെ പോലുള്ള ആളുകൾ പറയും. എന്നിട്ട് നമ്മളെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയാം പുള്ളി പാസ്റ്ററാണോ, അപ്പോൾ ഈ ചീട് കേസ് വീശം വെച്ച് കിടക്കുന്നത് ഇവനാണ് പാസ്റ്റർ, അല്ലേ? നമ്മളെക്കുറിച്ച് അങ്ങനെ വിചാരമുള്ളൂ. പ്രത്യേകിച്ച് ആളുകളൊക്കെ എല്ലാം അങ്ങനെയാണ്. അപ്പോൾ നല്ല ക്ലീൻ ഷേവൊക്കെ നല്ല തലയെടുപ്പൊക്കെ ഉള്ള പാസ്റ്റർ, 10-30 വർഷമുള്ള സർവീസുള്ള പാസ്റ്റർമാരോടൊക്കെ ചെന്നിട്ട്
ഞങ്ങളുടെ പാസ്റ്ററാട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ആക്കാം, ശരി കൊള്ളാം, വേഷം കെട്ടി നടക്കുന്നതെന്ന് വിചാരിക്കുകയുള്ളൂ അല്ലേ? അങ്ങനെയാ കരുതപ്പെടുന്നത്. അത് ശരിയാണ് താനും, കാരണം കാഴ്ചപ്പാടുള്ള വ്യത്യാസം. പക്ഷെ മേളിലിരുന്ന് ഒരുത്തം നോക്കിയിട്ട് പറയും ആരാണ് കർത്താവിൻ്റെ യഥാർത്ഥമായ ശുശ്രൂഷകരെന്ന്. കാരണം മനുഷ്യരെന്നുള്ളത് നമുക്ക് ബലഹീനതകളുണ്ട്. പക്ഷേ ദൈവവചനത്തിൽ വെള്ളം ചേർക്കുകയും കൂട്ടിച്ചേർക്കുകയും അതിൻ്റെ സത്യത്തെ എടുത്തു കളയുകയും ചെയ്ത് വ്യാജം പഠിപ്പിക്കുകയും പേരുണ്ടാക്കുകയും ആൾക്കൂട്ടത്തെ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒന്നും ദൈവികമല്ല. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ ജയിക്കാൻ പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ സഭയെ പിശാചിന്റെ ഗോപുരങ്ങൾ ജയിക്കയില്ല. എന്നാൽ ഇന്ന് പിശാച് അവന്റെ മുഴുവൻ എല്ലാ സെറ്റപ്പിലും തിമിർത്താടുകയാണ് ഈ പറയുന്ന ആളുകളുടെ അകത്തിരുന്നുകൊണ്ട്. സഭയ്ക്കകത്ത് ചിരി വിദ്വാൻമാരുടെ മനുമനനെ പോലുള്ളവരുടെ, അല്ലെങ്കിൽ ദൈവത്തെ 3 തീ രൂപങ്ങളായി പഠിപ്പിക്കുന്ന ആളുകളുടെ അടുക്കൽ അവരുടെ ശുശ്രൂഷകളിൽ, അല്ലെങ്കിൽ പ്രാസം ചൊല്ലി പ്രസംഗിച്ച് ജനത്തെ കയ്യിലെടുക്കുന്നവരുടെ നടുവിൽ, ചിരിപ്പിച്ചും മനുഷ്യനെ കർണരസമാകുമാർ ഉപദേശിച്ച് ആൾക്കൂട്ടത്തെ പെരുക്കി അവിടെ സ്വത്രകാഴ്ച എടുക്കുന്നവരുടെ ഇടയിൽ പിശാച് തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അനീതിയിൽ രസിക്കുന്നവർക്ക്, വ്യാജം വിശ്വസിക്കുമാർ ഭോഷ്കിന്റെ ഒരു ആത്മാവിനെ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ അയക്കുമെന്നാണ് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനം 2:7 പറയുന്നത്. അപ്പൊ അനീതിയിൽ രസിക്കുന്നവർക്ക് വ്യാജം സത്യമെന്ന് തോന്നുന്ന ഒരു ആത്മാവിനെ ദൈവം തന്നെ അവർക്ക് അയക്കും എങ്കിൽ, ഹല്ലേലൂയ, നാം എത്രമാത്രം സന്തോഷിക്കണം. ദൈവം നമ്മെ എത്രയധികമായി സ്നേഹിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആ രൂപം തന്നെ, ആ ദൈവം, അതേ ദൈവം തന്നെയാണ് നമ്മെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഏദൻ പറുദീസയിൽ വന്നത്. ഏദൻ പറുദീസയിൽ നമ്മുടെ പൂർവ്വപിതാവായ ആദാമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച അവൻ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എന്നിൽ നിന്നുണ്ടായ മണ്ണുകൊണ്ടുള്ളവരായി നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് സ്വർഗീയൻ തന്നെ മൺമയമായ ശരീരം ധരിച്ചു വരികയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയൻ വന്നു മൺമയമായ ശരീരത്തിൽ. അങ്ങനെ മണ്ണിൽ നിന്നുള്ളവരെ വീണ്ടെടുക്കേണ്ടതിന് സ്വർഗീയന്റെ ദേഹത്തിൽ വന്ന് സ്വർഗീയൻ തൻ്റെ ശരീരം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തെങ്കിൽ ബൈബിള് പറയുകയാണ്, നാം ആ സ്വർഗീയന്റെ രൂപവും ധരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ടു. യെശയ്യാ പ്രവചനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. And in the year that the king Uzziah died, I saw also the Lord sitting upon a throne high and lifted up, and his train filled the temple. Above it stood the seraphims, each one had 6 wings. With twain he covered his face, and the twain he covered his feet, and the twain he did fly. And one cried unto the another, and said, Holy, holy, holy is the Lord of hosts. The whole earth is full of his glory. Hallelujah. തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ ഫുട് നോട്ടിൽ, വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇതേ സംഭവം കാണുക നമ്മൾ. അവിടെ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന ആരാണ്? കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നു. അപ്പോൾ 24 മൂപ്പന്മാരും കിരീടങ്ങൾ താഴെ വെച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം എന്ന് പറഞ്ഞ് അവർ ആർപ്പിട്ട് ഘോഷിക്കുക. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാവ് കാണുകയാണ്, കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള, അല്ലെങ്കിൽ യഹോവ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങോട്ട് വന്ന് യേശു തന്നെ യോഹന്നാൻ 12:40 പറയുകയാണ്, യേശയ്യാവ് എൻ്റെ മഹിമ കണ്ടതിൻ്റെ കൊണ്ടാണ് പറഞ്ഞതെന്ന്. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയാണ്, യേശയ്യാവ് കണ്ടത് എന്നെയാണ്. ഹല്ലേലൂയ. എൻ്റെ മഹത്വം കണ്ടതുകൊണ്ടാണ് അവനിങ്ങനെ പറഞ്ഞതെന്ന് യോഹന്നാൻ സുവിശേഷം 12:41 പറയുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ വന്ന് സിംഹാസനത്തിരിക്കുന്നവന്റെ വലകയിൽ നിന്നും പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും
വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. വീണ്ടെടുക്കപ്പെട്ടവരെ ആരാക്കി വെച്ചു? ദൈവത്തിന്റെ രാജ്യവും. ദൈവത്തിന്റെ രാജ്യം നമ്മിലാണ് വന്നേക്കുന്നത്. ആ രാജ്യവും ദൈവത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷയും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൽ ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ധനവും ശക്തിയും ധനവും ജ്ഞാനവും മഹത്വവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ഇതിനെല്ലാം യോഗ്യൻ ആരേ ഉള്ളൂ? ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. 1-ാമത്തെ അധ്യായം വെളിപ്പാട് 1:8-7 മുതൽ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇരിക്കുന്നവൻ യഹോവ, ഇരുന്നവൻ യേശുക്രിസ്തു, വരുന്നവൻ പരിശുദ്ധാത്മാവ്. അങ്ങനെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായുള്ള സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ആരാണ്? യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ് അടുത്ത 18-ാമത്തെ വാക്യത്തിൽ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടി മരണം വരിക്കുവാൻ ജഡധാരിയായി ലോകത്തിൽ വന്നു നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തിയ ആ ദൈവം, ഹല്ലേലൂയ, അവൻ നമ്മുടെ രക്ഷിതാവായി തീരും എന്നുള്ള പ്രവചനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് പഴയ നിയമം. ഒരുപാട് വാക്യങ്ങളുണ്ട്, സമയത്തിന്റെ പരിമിതി കൊണ്ട് പോകുന്നില്ല. യെശയ്യാവ് 40:28 ഒന്ന് വായിക്കാം. 25:9 കൂടെ ഒന്ന് വായിക്കാം. നിനക്കറിഞ്ഞുകൂടെ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഇവിടെ യഹോവയോ നിത്യദൈവം എന്നാ പറഞ്ഞത് അല്ലേ? നമ്മളെ യെശയ്യാവ് 9:6 യേശുക്രിസ്തുവിന്റെ പറയാണ്, അവർ എവർലാസ്റ്റിംഗ് ഫാദറാണ്, നിത്യദൈവമാണ്. ഹല്ലേലൂയ. അവൻ നിത്യനായ ദൈവമാണെന്ന് പറയുന്നു. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാണെന്ന് പറയുന്നു. അവൻ വീരനായ ദൈവമാണെന്ന് പറയുന്നു. ദൈവത്തിന്റെ അനവധി വിശേഷണങ്ങൾ പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെയും വരുവാനുള്ള കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ള പ്രവചനങ്ങൾ മുഴുവനും പൂർണ്ണമായും നിറവേറ്റപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. അടുത്ത വാക്യം, ഞാനത് വാക്യം പറഞ്ഞിരുന്നു, ഒരു വാക്യം കൂടെ വാക്യം പറഞ്ഞു. 25:9. ഇസ്രായേൽ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നെന്നാ പറയുന്നത്? ഇസ്രായേൽ കാത്തിരിക്കുകയാണ് യഹോവ അവരെ വന്ന് രക്ഷിക്കുമെന്ന്, അല്ലേ? ഇതാണ് നമ്മുടെ രക്ഷ. അവനെ എത്ര നാം കാത്തിരുന്നത്, അവൻ വന്ന് നമ്മെ രക്ഷിക്കും. അവൻ വരികയും ചെയ്തു, രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുകയും ചെയ്തു. അപ്പം അവർ കാത്തിരിക്കുന്നുണ്ട്, യഹോവ രക്ഷിതാവായി വരും. രക്ഷിതാവായി വരുന്നവൻ മെസ്സിയാണെന്നും ദൈവമാണെന്നും അവർക്കറിയാം. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? എല്ലാ തിരുവെഴുത്തുകളെയും നിറവേറ്റിക്കൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, അല്ലേ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട, മറിച്ച് എൻ്റെ പ്രവർത്തികൾ നിമിത്തം നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കാരണം ഞാൻ ചെയ്യുമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ മെസ്സിഹ ചെയ്യുമെന്ന് പറയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അത് നോക്കി വിശ്വസിക്കുക.
എന്നിട്ടും അവർ വിശ്വസിക്കാനല്ല കല്ലെറിയാനാണ് ശ്രമിച്ചത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ എത്ര വലിയ ഭാഗ്യം ചെയ്തു തരാം. ഒരു ജനത്തെ ദൈവം സ്പെസിഫിക് ആയിട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് ദൈവമായിരിക്കേണ്ടതിനും അവരുടെ രക്ഷിതാവായിരിക്കേണ്ടതിനും വേണ്ടി ദൈവം എക്സ്ക്ലൂസീവായിട്ട് അവരുടെ ദൈവമായിരിക്കാൻ ആഗ്രഹിച്ചിട്ട് അവർ തള്ളിക്കളഞ്ഞു. ആമേൻ. എവിടെയോ കടന്ന് പുറമ്പോക്കി കടന്ന് ഒരവകാശവും ഇല്ലാത്ത നമ്മുടെ അടുത്തേക്ക് ഈ അവകാശം തരുവാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയല്ലോ. ആൾറെഡി അവരുടെ കൺമുമ്പിൽ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ കാണാതെ ഇതൊക്കെ വിശ്വസിക്കാൻ ദൈവം നമുക്ക് വലിയ ഭാഗ്യം തന്നെ. പ്രൈസ് ദി ലോർഡ്. യെസ്, നമുക്ക് സങ്കീർത്തനത്തിൽ ഈ 68-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യവും അതിൻ്റെ 18-ാമത്തെ വാക്യവും ദൈവത്തിന് പാടുവിൻ, അവന്റെ നാമത്തിന് സ്തുതി പാടുവിൻ. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ. യാഹെന്നാകുന്നു അവന്റെ നാമം, അവന്റെ മുമ്പിൽ ഉല്ലസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ആരാണ് മരുഭൂമിയിലൂടെ വാഹനമേറി വന്നത്? ആരാണ് യെരൂശലേം ദേവാലയത്തിലേക്ക് രാധിക പ്രവേശനം നടത്തിയത്? യഹോവയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യാഹ് എന്നാണ് അവന്റെ പേരെന്ന് പറഞ്ഞു. ആ യാഹ് തന്നെയാണ് ആര്? കർത്താവ് യേശു ക്രിസ്തു. അതിന്റെ 18 മുതൽ വായിക്കാം. ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പാകെ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. ആമേൻ. യോഹന്നാൻ 1:14 അതിന് ചേർത്ത് വായിക്കണേ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇപ്പൊ എന്തായി തീർന്നു? 1:1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വന്നപ്പോൾ പറയണേ, ആ വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. എന്തായി തീർന്നു? ആ ജഡത്തിൽ എന്തുണ്ടായി തീർന്നു? കൃപയും സത്യവും നിറഞ്ഞു. ഒരിക്കലും ചേരാത്ത രണ്ട് കാര്യമാണത്. ഹല്ലേലൂയ. സത്യം, ദൈവത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതി എന്താണ്? പാപത്തിന് മരണം, അല്ലെ? പാപത്തിന് ശിക്ഷയാണ് ദൈവത്തിന്റെ നീതി, അല്ലെ? അതിനെയാണ് സത്യം എന്ന് പറയുന്നത്. കാരണം സത്യം ചെയ്ത് ദൈവത്തിന് മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സത്യമാണ് ദൈവത്തിന്റെ വചനം. ആ വചനത്തെ ദൈവത്തിന് മാറ്റാൻ കഴിയില്ല. അതേസമയം മറുഭാഗത്ത് കൃപയുണ്ട്. കൃപയെ എന്തുണ്ട്? കൃപയെ കുറിച്ച് നമ്മൾ ദയ, അല്ലേ? അതിനകത്ത് യാതൊരു ഇതില്ല. നമ്മൾ ദയ കാണിക്കണ കണ്ടീഷനൊന്നും വേണ്ട. വേണം ഒരുത്തിനോട് ദയ തോന്നിക്കണമെങ്കിൽ, അയ്യോ അവർ മനസ്സലിവ് തോന്നണമെങ്കിൽ അതിന് എന്തില്ല, കാരണങ്ങളൊന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ ഒരു മനുഷ്യനോട് ദയ തോന്നുക, ഒരു പാവപ്പെട്ടവൻ വഴി കിടക്കുന്ന, അല്ലെങ്കിൽ പട്ടിണി ഒരു വസ്ത്രം കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കും, നമ്മൾ നല്ല വസ്ത്രം നടക്കുന്നു, നമുക്ക് തോന്നുക നമുക്കൊരു പാവം നല്ലൊരു വസ്ത്രം അവനുണ്ടായിരുന്നു, മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് തോന്നണമെങ്കിൽ അവന് പ്രത്യേക ക്വാളിറ്റിയും ഒക്കെ വേണം. അങ്ങനെ എന്നോർക്കുന്നുള്ളതല്ല. പക്ഷെ മറുഭാഗത്ത് നീതി നിർവഹിക്കണമെങ്കിൽ, ദൈവത്തിന് തൻ്റെ നീതി നിർവഹിക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയകൾ പാലിക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യം എന്ന് വെച്ചാൽ അത് മരണമാണ്, പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. മറുഭാഗത്ത് എന്താണ്? അത് രക്ഷിക്കാനുള്ള കൃപയാണ്. അപ്പോൾ മരണവും എന്ന് വെച്ചാൽ ജീവനും മരണവും തമ്മിൽ ബ്ലെൻഡ് ആകാൻ പറ്റില്ല ന്യായപ്രമാണത്തിൽ. ഒന്ന്, ആരാണ് യേശുക്രിസ്തു? ന്യായപ്രമാണ ബലിമൃഗങ്ങളുടെ സാക്ഷാത്കാരമാണ് യേശുക്രിസ്തു. ആ അർത്ഥത്തിൽ യേശുക്രിസ്തു ആരാണ്? ജീവൻ കൊടുക്കാൻ വേണ്ടി മരിക്കേണ്ട വ്യക്തി. അപ്പം മരണം വരിക്കാൻ വേണ്ടി യേശു ലോകത്തിലേക്ക് വന്ന എന്തിനു വേണ്ടിയാ? ആദ്യമായി യേശു ലോകത്തിലേക്ക് വന്ന എന്തിനു വേണ്ടിയാ? മരിക്കാൻ വേണ്ടിയാ, അല്ലെ? നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ എന്നാണ് എബ്രായ ലേഖനക്കാരൻ. അപ്പം ന്യായപ്രമാണത്തെ, ദൈവത്തിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ സത്യമാകുന്ന നീതിയുടെ മരണം വരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് യേശുക്രിസ്തു. പക്ഷെ മറുഭാഗത്ത് അതേ യേശുക്രിസ്തു തന്നെ കൃപയും വന്നു ചേർന്നു. അതായത് രണ്ട് ഓപ്പോസിറ്റുകൾ ചേർന്നിട്ടുള്ള ആളായി ആര് മാറി? യേശുക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്നു. ന്യായപ്രമാണ പ്രകാരം ദൈവത്തിന് ശിക്ഷ വിധിക്കണം, പക്ഷെ എന്നെ ശിക്ഷിച്ചാൽ ഞാൻ നശിച്ചു പോകും. അപ്പം ദൈവം എന്തായി തീർന്നു? എൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സത്യമായവൻ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താൻ ശരീരം എടുത്തു വന്നു. ആ ശരീരത്തിൽ എൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാതെ, എൻ്റെ പാപത്തിൻ്റെ കുറ്റം ഞാൻ അനുഭവിക്കാതെ എന്നെ ഇളച്ചുവിടേണ്ടതിന് എന്നിൽ സമൃദ്ധിയായ കൃപയായി അവൻ വെളിപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് കൃപയും സത്യവും
നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അന്ന് വരെയും അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല, കൃപയും സത്യവും നിറഞ്ഞൊരു മനുഷ്യൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അടുത്ത 18ാമത്തെ വാക്യം കൂടി വായിക്കാം നമുക്ക്. ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ബൈബിൾ പറയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാനൊട്ട് കഴിയുകയും ഇല്ല. ആമേൻ. പക്ഷെ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ ആര് കണ്ടിട്ടുണ്ട്? മനുഷ്യർ കണ്ടിട്ടുണ്ട് അല്ലേ? യെശയ്യാവ് ദൈവത്തിന്റെ പ്രത്യക്ഷത കണ്ടു അല്ലേ? മന്ദിരത്തിൽ കർത്താവ് ഉയർന്നു പൊങ്ങി സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ആരുടെ രൂപമായിട്ട് കണ്ടു? മനുഷ്യരൂപത്തിൽ ഒരാളെ കണ്ടു. എസെക്കിയേലും എന്ത് ചെയ്തു? എസെക്കിയേൽ കണ്ടോ? ഒന്ന് വായിച്ച 1:26. അതിന് ചുറ്റുമുള്ള പ്രകാശം 1:26. അവയുടെ തലയ്ക്ക് മീതെ 1:26. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുടെ ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. ഇവിടെ അവസാനം വായിച്ച വാക്കിൽ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്? യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയാണ് അല്ലേ? നമ്മള് അബ്രഹാത്തിന്റെ മുമ്പിൽ വായിക്കുമ്പോഴും അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? മനുഷ്യരൂപത്തിൽ വരുമ്പോഴും പ്രത്യക്ഷനായി എന്ന് എഴുതിയേക്കുന്നത് അല്ലേ? യഹോവ പ്രത്യക്ഷനായി എന്നാ പറയുന്നത്. അപ്പം യഹോവ മനുഷ്യരൂപത്തിൽ അബ്രഹാമിന്റെ മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. സിംഹാസനാരൂഢനായി മനുഷ്യരൂപത്തില് ആ കാണുന്ന എല്ലാ വൈശിഷ്ട്യങ്ങളോടുകൂടെ പ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പം എന്നിട്ടിവിടെ യോഹന്നാൻ പറയണ ദൈവത്തെ ആരും എന്ത് ചെയ്തിട്ടില്ല, ദൈവം എന്നുള്ള രീതിയിൽ ആർക്കും കാണാനിട്ട് കഴിയല. കണ്ടെങ്കിൽ അടുത്ത പോശയോട് പറഞ്ഞു, നീ കണ്ടാ എന്ത് ചെയ്യും? നീ മരിച്ചു പോകും. അറിയിച്ചോ? അപ്പൊ എന്നിട്ട് പറയണ തന്റെ ഏകജാതനായ തന്റെ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനത്ര വെളിപ്പെടുത്തി. ഇത് ട്രാൻസ്ലേഷന്റെ മിസ്റ്റേക്കാണ്. പിതാവിന്റെ മടിയിലിരിക്കുക, ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന പിതാവിന്റെ മടിയിലിരിക്കാൻ ആരെക്കൊണ്ടിൽ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞു രൂപമൊക്കെ നമ്മൾ ഉണ്ണീശോയുടെ കണ്ടിട്ടുണ്ട്. ഉണ്ണീശോയുടെ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ കാൽവരിയിലൊക്കെ ഉള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാത്ത രീതി കിടപ്പുണ്ട്. അപ്പം 10-35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു 55-60 വയസ്സുള്ളൊരു അപ്പൻ്റെ ഇരുന്നുകൊണ്ടാണോ അപ്പനെ തടിയെ പിടിച്ച് അപ്പനെ കാണിച്ചു കൊടുക്കണോ ചെയ്തേ? അല്ല. അപ്പൊ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന തൻ്റെ ഉള്ളിലാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. യേശുക്രിസ്തു എന്ന രൂപത്തിലാണ്, യേശുക്രിസ്തു എന്ന എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപ്രവൃത്തിയിലൂടെയാണ് ദൈവം ആരാണ്, കരുണയും ദയയും മഹാദയയും കരുണയുള്ള ഒരു ദൈവമാണെന്ന് മുഴുവനും ഈ കോപിഷ്ഠനായ തൊട്ടതിന് ശിക്ഷിക്കുന്ന പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന് പറഞ്ഞ് ഓരോ ലംഘനത്തിനും അതതിന് ശിക്ഷ കൊടുക്കുന്ന ആ പഴയ നിയമത്തിൽ അവതരിപ്പിക്കുന്ന ഒരു നമുക്ക് പേടി തോന്നുന്ന ഒരു ദൈവത്തെ മുഴുവനും കരുണയുടെയും അലിവിൻ്റെയും സ്നേഹത്തിൻ്റെയും മൂർത്തിഭാവമായി വെളിപ്പെടുത്തിയത് യേശുക്രിസ്തുവിലൂടെയാണ് എന്നാണ്. ഹല്ലേലൂയ. അപ്പം അവിടെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ POC ബൈബിളിലാണുള്ളത്. POC ബൈബിൾ പറയുന്നത് ദൈവത്തോട് ഗാഢബന്ധം പുലർത്തുന്ന പുത്രനത്ര അവനെ വെളിപ്പെടുത്തിയത്. അപ്പം യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തോട് ഗാഢബന്ധം പുലർത്തുന്നത്. കാരണം യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജഡപ്രത്യക്ഷതയാണ്. എപ്പോഴും ഈ ജഡത്തിലിരിക്കുമ്പോൾ താൻ എന്തിനായിട്ട് ഈ ജഡം ധരിച്ചു വന്നിരിക്കുന്നുവോ, ഈ ജഡത്തിൽ താൻ എന്തെല്ലാം ചെയ്യണമെന്ന്
തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തീകരിക്കേണ്ടുന്ന സമയത്തിൻ്റെ ഓരോരോ ഘട്ടം വന്നപ്പോഴൊക്കെയും അത് ദൈവത്തോട് ഒരു ദാസന്റെ രൂപത്തിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായി നമ്മളിൽ സഹോദരനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അങ്ങനെ അവസാനം ദൈവത്തിൻ്റെ നീതി എന്നുള്ള പാപത്തിൻ്റെ ശമ്പളമായ മരണം നിവർത്തിക്കേണ്ടതിന് ദൈവത്തിൻ്റെ നീതി കാൽവരിയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. അങ്ങനെ യെശയ്യാ 9:6 പറയുന്ന പ്രവചനത്തെ നിവർത്തിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരകനായി മരിച്ചിട്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അല്ലെങ്കിൽ ഇനി മരണത്തിന് അവൻ്റെ മേൽ എന്തില്ല? അധികാരമില്ല. നമുക്കൊരു വാക്യം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആമേൻ. ബൈബിൾ പറയാണ്, വൺ ഗോഡ് ആൻഡ് ദ ഫാദർ ഓഫ് ഓൾ ഹൂ ഈസ് എബവ് ഓൾ. എബവ് ഓൾ എന്ന് പറയുമ്പോൾ ആരാണ്? യഹോവ. നമുക്കെല്ലാവർക്കും മീതെയുള്ളത്, അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ഇസ്രായേലിന്റെ മീതെ നടത്തിക്കൊണ്ടുപോയ മീതെയുള്ളവൻ യഹോവ. അടുത്തത് എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന സഭയ്ക്കുള്ളിൽ സഭയെ ഐക്യപ്പെടുത്തി ഒരു ശരീരമാക്കുന്ന പരിശുദ്ധാത്മാവും എല്ലാവരിലും ഇരിക്കുന്ന യേശു ക്രിസ്തുവും ഒരു ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഈ ഒരു ദൈവമാണ് പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും വെളിപ്പെട്ടതെന്ന് ബൈബിൾ വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ദൈവം ത്രിയേകനാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആരോപണം എന്താണ്? നിങ്ങളുടെ ദൈവം 3 ദൈവമാണ്. മുസ്ലിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയെ കണ്ടിട്ടുമില്ല. ഉണ്ടോ? എന്തിനാ അവരെ വിട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആൾക്കാർ ക്രിസ്ത്യാനിയെ കണ്ടിട്ടുണ്ടോ? പെന്തക്കോസ്തുകാരെ കണ്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ടോ? അവർ നമ്മളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ക്രിസ്ത്യാനിയെന്ന് അവർക്കറിയില്ല. കാരണം ക്രിസ്ത്യാനിയെ കാണണമെങ്കിൽ ഇതറിയണം, ഈ വെളിപ്പാട് അവർക്ക് ലഭിക്കണം. ക്രിസ്ത്യാനിയാകാതെ ക്രിസ്ത്യാനിയെ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ ഓരോരുത്തരിലും ഇത് വ്യാപരിക്കുമ്പോഴാണ് ഒരു സഭയായി, ഒരു ശരീരമായി ഇത് തീരുന്നത്. ആ ശരീരം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ആദിയിൽ വചനമായി ദൈവത്തോടു കൂടെ ഇരുന്നവൻ, ഹല്ലേലൂയ, ആ സ്പോക്കൺ വേർഡ്, ആ ശബ്ദം ജഡമെടുത്ത് നമ്മുടെ അടുക്കിലേക്ക് വന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ദൈവത്തിൻ്റെ കൃപയും സത്യവും ബ്ലെൻഡായിക്കൊണ്ട് കാൽവരിയിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ആലടിയ തീച്ചൂളയിൽ നമുക്ക് വേണ്ടി തന്നെ പാനീയാഗമായി ദഹനബലിയായി അർപ്പിച്ചുകൊണ്ട് നാമിൽ ഓരോരുത്തരിലും നമ്മുടെ ഉള്ളിലും നമ്മോടുകൂടെയും നമുക്ക് മീതെയും വ്യാപരിക്കുന്ന ഏക സത്യ ദൈവമായ പിതാവായി നമ്മോട് കൂടെ ഇരുന്ന് കർത്താവ് അങ്ങനെയുള്ളവരെ ചേർത്തവരെ പൂർണ്ണമാകുന്ന സംഖ്യ തികയുമ്പോൾ നമ്മെ ചേർക്കുവാൻ വരുന്ന ഏറ്റവും അടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അതിൻ്റെ മറുപുറം എത്രമാത്രം ജീർണതയുള്ളതായിരിക്കുമെന്നും ആത്മീയ മണ്ഡലം പോലും ജീർണിച്ച് ആരളിയ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആർക്കും അവർ ചെയ്യുന്ന കാര്യം മോശമെന്നറിയത്തില്ല. കള്ളു കുടിച്ച് പിള്ളേരെ തല്ലുകയും ഭാര്യ എടുത്തിട്ടടിക്കുകയും ചെയ്യുന്നവൻ, നിരന്തരം ചീത്തം വിളിച്ച് നടക്കുന്ന ഒരുത്തൻ, അവനറിയില്ല അവൻ ചെയ്യുന്നതിൻ്റെ കുറ്റകൃത്യം എന്താണെന്ന്. അവനെങ്ങാനും എവിടെയെങ്കിലും പോയി കുടി നിർത്തി 4 ദിവസം മര്യാദയ്ക്ക് ജീവിക്കും തുടങ്ങുമ്പോഴായിരിക്കും അവൻ അറിയുന്നത് ഞാൻ എന്തുമാത്രം വലിയ വൃത്തികെട്ടവനായിരുന്നു, അല്ലേ? കാരണം ആ കുപ്പക്കുഴിയിൽ നിന്ന് പുറത്ത് കിടക്കണം. നമ്മളൊക്കെ കൃപയാൽ ഇത്തരം ജീർണതയുള്ള സമൂഹത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. ലോകത്തിൻ്റെ പേരിൽ അഭിമാനിക്കാൻ കഴിയാവുന്ന സഭകൾ നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മളാരും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഇറങ്ങി പുറപ്പെടുന്ന കാലത്ത് ഇത്രയും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം എപ്പോഴും എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ വയ്ക്കുന്ന കാലടികളെയാണ് ദൈവം നോക്കുന്നത്. നമ്മൾ ഇറങ്ങി ഒരു പെന്തക്കോസ്ത് സഭയിൽ നിന്ന് അവിടുത്തെ പാസ്റ്ററെ അങ്ങ് ഇഷ്ടപ്പെട്ടു, പാസ്റ്റർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു, നമ്മളെ കൊണ്ടുപോകുന്നിടത്തൊക്കെ കൊണ്ടുപോകും, നമ്മൾ വല്ലതൊക്കെ കൊടുക്കും, നമ്മുടെ വീട്ടിൽ വിളിച്ച് തീറ്റയൊക്കെ കൊടുത്ത് നമ്മളൊരു വലിയ ബന്ധമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് പുറത്ത് കിടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ എന്ത് ചെയ്തില്ല? അങ്ങനെ ഒരിടത്ത് കെട്ടിയിടാൻ അനുവദിച്ചില്ല. നമ്മളെ ഒരു സഭയ്ക്കുള്ളിലും ബന്ധിച്ചിടാൻ
ഒരിടത്തു നിന്ന് ഇറങ്ങിയെങ്കിൽ പിന്നെ ഒരു സഭയിലും നമ്മൾ ആരുടെയും മെമ്പർഷിപ്പ്, ഒരു ഭൂമിയിലുള്ള ഒരു സഭ ഈ 10-24 വർഷം 25 വർഷം പൂർത്തിയാകുമ്പോൾ ഏതെങ്കിലും പെന്തക്കോസ്റ്റൽ സഭയുടെ ഒരു ലെഡ്ജർ ബുക്കിൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ടോ? ഇല്ല. എല്ലായിടത്തും ഉണ്ടല്ലേ? നമ്മളിവിടെ UPC അംഗങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ലേ? അവർക്കൊരു ബുക്കുണ്ട്, അതിനകത്ത് അംഗത്വമുണ്ട്. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ നമ്മൾ. ഹല്ലേലൂയ. കാരണം നമ്മൾ എവിടെയെങ്കിലും കെട്ടി ബന്ധിക്കപ്പെട്ടാൽ ദൈവം നമ്മളോട് എവിടെ നിർത്തും. കാരണം നമ്മളുടെ ദൈവത്തോടുള്ള സമർപ്പണത്തിലും മുന്നോട്ട് ദൈവം വിളിക്കുന്ന വിളിക്ക് പോകാൻ ഉത്തരമരുളുന്നിടത്തുമാണ് ദൈവം നമ്മളെ വീണ്ടും കൂടുതൽ പ്രകാശത്തിലേക്ക് നയിക്കുന്നത്. ഇന്നുവരെയുള്ള യാത്രയിൽ നമുക്കറിയാം, തുടങ്ങിയിടത്തുനിന്ന് വചനം സംബന്ധിച്ച്, ദൈവീയ വെളിപ്പാട് സംബന്ധിച്ച് എത്രയോ ദൂരം ദൈവം നമ്മളെ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഈ തിരുവെഴുത്തുകൾ ആരുടെ മുമ്പിലും ഇന്ന് വരെ പറയാം, നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അത് മനസ്സിലാക്കി തരണം, നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാക്കി തരും. പക്ഷേ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മുടെ മിടുക്കല്ല. ഏത് പരമ്പരാഗത സഭ, കത്തോലിക്ക മുതൽ പെന്തക്കോസ്റ്റ് ആണെങ്കിലും ബ്രദറിനായാലും ബാപ്റ്റിസ്റ്റ് ആയാലും 5 മിനിറ്റിൽ താഴെ കൊണ്ട് അവരുടെ വിശ്വാസ പ്രമാണവും അവരുടെ വിശ്വാസവും തെറ്റാണെന്ന് തെളിയിക്കാൻ നമുക്ക് ദൈവം പ്രാപ്തി നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയതാണ്, ഒരു ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടിയതല്ല. ആണെങ്കിൽ ആ സംവിധാനത്തിൻ്റെ ഭാഗമായതായിരിക്കും. ആ വെളിപ്പാട് ഒരിക്കലും പുറത്തു കടക്കാൻ നമ്മൾ സഹായിക്കത്തില്ല. അതുപോലുള്ളൊരു കണ്ടത്തിനകത്ത് ഒരു 4 വരമ്പിനുള്ളിൽ കെട്ടിയിടാൻ അത് കഴിയുള്ളൂ. ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം കർത്താവ് നമ്മളെ ഈ വിധമായ ബന്ധനങ്ങളിൽ ഉൾപ്പെട്ട് നശിച്ചു പോകുവാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. വെളിച്ചം ലഭിച്ച വെളിച്ചത്തോടൊപ്പം നമ്മൾ യാത്ര ചെയ്തു. എത്ര നാൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം നമുക്കറിയാം, ഇതിൻ്റെ അവസാനം ഇവിടുന്ന് ഒരു ഉയർന്നു പോകുന്ന ഒരു രൂപാന്തരത്തിലായി മാറണം. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് വചനം പറയുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ദൈവത്തോടു കൂടെയായിരുന്ന വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി പാർത്തു, നമ്മുടെ ഇടയിൽ വസിച്ചു. ആ വചനം നമുക്ക് വേണ്ടി പകരയാഗമായി, എനിക്ക് എൻ്റെ മരണത്തിന് പകരമുള്ള യാഗമായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ തിരികെ ചേർക്കപ്പെട്ടു. ദൈവപുത്രൻ്റെ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തി. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ കഷ്ടതയും ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ, ഇവിടുത്തെ സമ്പന്നതയോ സൗഭാഗ്യങ്ങളോ നിത്യതയിൽ നമ്മളെ പോകാതെ വണ്ണം തടസ്സപ്പെടുത്താതിരിക്കേണ്ടതിന് ദൈവം പലപ്പോഴും നമുക്ക് കുറവുകൾ വരുത്തി വെച്ചിട്ടുണ്ട്. ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെയും അനുഭവം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സമൃദ്ധിയിൽ നശിച്ചു പോകാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം എത്രമാത്രം നല്ലവൻ. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഇമ്പങ്ങളുടെ പറുദീസ സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ പോയി ഭവനം ഒരുക്കിയിട്ട് ഞാൻ പിന്നെയും വരാമെന്ന് പറഞ്ഞവൻ അവൻ്റെ വരവിൻ്റെ നാളുകൾ അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ നാളുകളിൽ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരും. എല്ലാം മാറിയാലും, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ലിഖിതവും അലിഖിതമായ സത്യങ്ങൾ മാറി മറിഞ്ഞാലും മാറ്റമില്ലാത്ത വാഗ്ദത്തം നൽകിയവൻ വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ. അവൻ്റെ വരവുകൾ നമുക്ക് എടുത്തുകൊള്ളപ്പെടണം. അതിനുവേണ്ടി വചനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു കഴഞ്ച് അലളിയ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഉള്ള ദൈവകുറവയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അളകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാത്സല്യനിധിയായ സ്വർഗീയ അപ്പച്ച, നല്ല പിതാവേ, നല്ലതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകി. ഈ ലോകം അങ്ങേ അറിയാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ അറിയുവാനും അങ്ങ് ഞങ്ങളെ അറിയുവാനും അങ്ങ് ഞങ്ങളെ പ്രസാദിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടവും ഞെരുക്കവും പ്രയാസമുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് മുമ്പേ കഷ്ടം അനുഭവിക്കേണ്ടാത്തവൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് കഷ്ടം ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കഷ്ടങ്ങൾക്ക് നിവൃത്തിയും പ്രായശ്ചിത്തം വരുത്തിയവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും ജീവിക്കാനുള്ളൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ലോകം ഇതിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യമായിരിപ്പിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന അരുളിച്ച കർത്താവിൻ്റെ വാഗ്ദത്തത്തിങ്കൽ ഉറച്ച് വിശ്വസിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ നാൾതോറും ദൈവവചനമാകുന്ന മാറ്റമില്ലാത്ത മന്ന ബുധിച്ച് അതിൻ്റെ വെളിപ്പാടുകളിൽ വസിച്ച് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നവരുള്ള സമാധാനമല്ല എന്ന് അരുളി ചെയ്ത കർത്താവ് സമാധാനം ഏതാണ്ട് പൂർണ്ണമായി മാറ്റപ്പെട്ട് അശുദ്ധിയും അശാന്തിയും അലളിയ കൊലപാതകവും ദൈവമേ മ്ലേച്ഛതയും അരാജകത്വവും അശുദ്ധിയും തിന്മയും ആലളിയ ദൈവമേ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും പകർച്ചവ്യാധികളും കൊണ്ട് കലുഷിതമായ ഒരു ലോകത്ത് ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു.
എങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളിങ്ങനെ ജഡം നശിച്ച് ഈ ഭൂമിയിൽ മറ്റെല്ലാവരെയും പോലെ നശിച്ചാലും ഒരു നാൾ കർത്താവിൻ്റെ കാഹളധ്വനി മുഴങ്ങും. അപ്പോൾ അന്ന് ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും അന്ന് ജീവനോടെ ശേഷിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധന്മാർ രൂപാന്തരം ധരിച്ച് ഇരുവരും മേഘങ്ങളിൽ കർത്താവിനെ സന്ധിപ്പാൻ ഇവിടുന്ന് എടുത്തു മാറ്റപ്പെടും എന്നുള്ളൊരു വാഗ്ദത്തമുണ്ടല്ലോ. കർത്താവെ, ആ വാഗ്ദത്തം നിവർത്തി ഞങ്ങളുടെ തലമുറയിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കാണുന്ന സംഭവങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഞങ്ങളുടെ വിശ്വാസത്തെ ഉടച്ചു കളയാതെ കർത്താവെ, പ്രാർത്ഥനാപൂർവ്വം ദൈവമുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും സഹായിക്കണമേ. അവരെല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ. അവരൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ അവരുടെ ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഉള്ളിൽ വസിക്കുവാൻ, അവർ കുടുംബത്തിൻ്റെ ഉപ്പും രുചിയുമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. അവരിലെ രോഗികളെ സൗഖ്യമാക്കണമേ. ഇന്ന് ഈ പകൽക്കാലം ഈ മീറ്റിങ്ങിൽ ഓൺലൈനിലും ഓഫ്ലൈനിലുള്ള എല്ലാവരെയും അവിടുന്ന് വ്യക്തിപരമായിട്ട് അറിയുന്നു. അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ ഒപ്പം മരിക്കേണ്ടതിന് അങ്ങയോടുകൂടെ സ്നാനത്തിൽ മരിച്ചടക്കപ്പെട്ട യേശു കർത്താവാകുന്ന ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഏറ്റവും വലിയ ദുഃഖവും പ്രയാസവും അവരുടെ കുടുംബങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവർ ഈ സത്യത്തിന് പുറത്തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞങ്ങൾക്കറിയാം. കർത്താവെ, അങ്ങ് അവരെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ദൈവമേ, അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അവരുടെ പ്രവർത്തനത്തിൽ അവർ കാണിക്കുന്ന ക്രിസ്തുവിൻ്റെ അവധാനതയും സഹോദര സ്നേഹവും അലിവും അവരെ രക്ഷയിലേക്ക് നടത്തുവാൻ പര്യാപ്തമാക്കുമാറാകട്ടെ. രോഗികളായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ. 1-2 പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വയ്ക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ദൈവമേ, രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന 1-2 കേസുകൾ ദൈവം പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചിട്ടുള്ളത്. ആ വ്യക്തികളെ ഞങ്ങൾ അറിയുന്നതിലുപരി കർത്താവ് അറിയുന്നുണ്ട്. അവരുടെ രോഗമെന്തെന്നും അവരുടെ പ്രശ്നമെന്തെന്നും കർത്താവ് അറിയുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയത്ത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ രോഗ അവസ്ഥയിൽ ഭാരപ്പെടുന്നവരുണ്ട്. അവർ